മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ധർമ്മടം നിയോജക മണ്ഡലം വികസന സംവാദ സദസ്സിന് ഇന്ന് തുടക്കമാവും. ജനങ്ങൾക്കൊപ്പം വികസന വഴിയിൽ എന്നതാണ് വികസന സദസ്സിന്റെ പ്രധാന മുദ്രാവാക്യം. രാവിലെ 10 മണിക്ക് മമ്പറം കുഴിയിൽ പീടികയിലാണ് ആദ്യത്തെ വികസന സംവാദ സദസ്സ്. എല്ലായിടത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പങ്കെടുത്ത് പ്രസംഗിക്കും. സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സിനോജ്, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മിനി മാനിഫെസ്റ്റോ അവതരണമായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ഒരു കാതലല്ലേ? തീർച്ചയായിട്ടും ശ്രുതി കീർത്തന, അതായത് മറ്റ് മണ്ഡലങ്ങളിൽ വികസന മുന്നേറ്റ ജാഥകളാണ് അതാത് സ്ഥലത്തെ MLA നേതാക്കൾ നടത്തുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് ജാഥ നടത്തുന്നില്ല. പകരം സംവാദ സദസ്സാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. അത് ഒരു ദിവസം കൊണ്ടല്ല, 3 ദിവസം കൊണ്ട്, അതായത് ഇന്ന് തുടങ്ങി 3 ദിവസത്തേക്ക് ഈ വികസന സംവാദ സദസ്സുണ്ടാവും. 18 കേന്ദ്രങ്ങളിലാണ് ഈ സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 10 വർഷം, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷം ചെയ്ത വികസന കാര്യങ്ങൾ വിശദീകരിക്കും. ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വിശദീകരിക്കും. സമകാലിക വിഷയങ്ങളിൽ രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാകും. നമുക്കറിയാം, ധർമ്മടം ഉറച്ച ഇടത് കോട്ടയാണ്, മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. എങ്കിൽ കൂടി എന്താണ് ഇടത് സർക്കാർ ചെയ്തത്, അത് ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാൻ വേണ്ടി കൂടിയാണ് സ്ഥലം MLA കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ജനങ്ങളുമായി സംവദിക്കാൻ വേണ്ടി പോകുന്നത്. ജനങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ, പരാതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഭിപ്രായമുണ്ടെങ്കിൽ, ഈ നവകേരള നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തന്നെ അഭിപ്രായമുണ്ടെങ്കിൽ അത് നേരിട്ട് കേൾക്കുക കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. തന്റെ സ്വന്തം മണ്ഡലത്തിൽ ജനങ്ങളുമായി നേരിട്ട് ഇടപെടുകയാണ് മുഖ്യമന്ത്രി. വരുന്ന 3 ദിവസം ഇന്ന് രാവിലെ 10 മണിക്കാണ് ഈ വികസന സംവാദം നടക്കാൻ വേണ്ടി പോകുന്നത്. ശ്രുതി കീർത്തന. ശരി, വ്യക്തമാണ്. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.